ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കല്ലിൻ്റെ ശക്തി, കല്ലിനെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കാൻ ശക്തനാണെന്ന്. ഞാനും നിങ്ങളും ദൈവത്തിൽ ആർത്ത് വിളിച്ചില്ലെങ്കിൽ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും. അപ്പോൾ കല്ലുകൾ ആർത്ത് വിളിക്കുന്നത് ദൈവം പറഞ്ഞത് ഞാനും നിങ്ങളും കല്ലാണെന്ന്. കല്ലായ നമ്മളെ ഒന്ന് ആർത്ത് വിളിപ്പിക്കാനാണ് പറയുന്നത്. കല്ല് പോലെ ഇരിക്കുക നമ്മൾ. കല്ലിന് ശക്തി കിട്ടണം. സ്ട്രോങ് അങ്ങ് പിടിച്ചിരിക്കുക നമ്മൾ, ആർക്കും എവിടെയും വഴങ്ങാതെ. എന്നാൽ കർത്താവ് ഒരുവനിൽ വരുമ്പോൾ തന്നെ ചെതറിപ്പോവും. കർത്താവ് വരുമ്പോൾ മാത്രമേ ഈ കല്ലിന് ശക്തി വരുള്ളൂ. അന്ന് യെരൂശലേമിലേക്ക് പ്രവേശിച്ച ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സൗമ്യനായി കഴുതപ്പുറത്ത് വരുന്ന രാജാവിനെ കാണുന്ന ആ കാഴ്ചയിൽ കർത്താവ് പറയാണ്, ഇവർ വിളിച്ചില്ലെങ്കിൽ ഈ കല്ല് വിളിക്കും. ഞാൻ നിങ്ങളും ഈ കല്ലാണോ? ആർത്ത് വിളി. യേശുവിന് വേണ്ടി ശബ്ദം ഉയർത്ത്, യേശുവിന് നന്ദി കരേറ്റ്, യേശുവിന് സ്തോത്രം കരേറ്റ്. ഓരോ ദിവസവും എന്നെ നിങ്ങളെ നടത്തുന്ന നടത്തിപ്പിന് ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ജീവിതം കല്ലുപോലെ ഉറച്ച് ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ സ്തുതിക്കാനോ ദൈവീക കാര്യങ്ങൾ ചെയ്യുവാനോ സന്നദ്ധരല്ലാതിരിക്കുമ്പോൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ കല്ലുകളെ നീ ഒന്ന് ഇളക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഒന്ന് ശബ്ദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാകുമ്പോൾ ഞങ്ങൾ കല്ലുകളായി പോവും, ഞങ്ങൾക്ക് ജീവനില്ലാതെ പോവും. ദൈവത്തിൻ്റെ വചനം ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവനില്ലാതെ പോകും. ജീവനില്ലാത്ത ഞങ്ങളുടെ വചനത്തെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷമായി ഘോഷിക്കുന്നവർ, വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രിയിൽ ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, ഓർഫനേജുകൾ, ജയിലുകൾ, ബെഡിനായിട്ടുള്ള വിശ്രമ ജീവിതം നയിക്കുന്നവർ. കർത്താവെ, ആരാലും മാറ്റപ്പെടാൻ സാധിക്കാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇളക്കം സംഭവിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ശക്തി സംഭവിക്കുവാൻ ഈ വചനത്താൽ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലിലും കാവലിലും നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തന്നെ തിരുവപ്രസാദം ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം, സഹായം, അനുഗ്രഹങ്ങളും നന്മകളും വാഴുകൾ ഈ വചനം കാണുകയും കേൾക്കുകയും ചെയ്ത് എല്ലാവരുടെ മേലും, അവരുടെ കുടുംബങ്ങളുടെ മേലും, അവരുടെ സമസ്ത ആവശ്യങ്ങളുടെ മേലും കാലാവസാനം കൂടാതെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ.